ശ്യാമേ, വൈത്തിരി അപകടം അതൊരു ആസൂത്രിതമാണെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണത് ഇത്തരം ഒരു ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്താൻ പറ്റുക? ഇവന്മാരുടെ കാര്യം ഭയങ്കര കോമഡിയാണെന്ന്. ചിരിക്കാൻ പറ്റുന്ന ഒരു കൊലപാതകമാണ് നടന്നതെങ്കിലും ഇതിനകത്തൊക്കെ ഇവന്മാർ കൊല്ലാൻ ഇറങ്ങുന്നവന്മാരുടെ ഈ ജയിലിൽ കൊണ്ടിടുന്നതിന് മുമ്പ് ഇവൻ്റെയൊക്കെ തല കൊണ്ടുപോയി പരിശോധിക്കണം. അതായത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സുമിൽ ഷാദ്, അജിൻ ഷാദ്, രണ്ട് സഹോദരങ്ങളാണ്. നവാസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറെയാണ് യുവമാരി ചേർന്ന് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്താനുള്ള കാരണം കൂടോത്രം. കൂടോത്രമാണ് യുവമാരി പ്രകോപന കാരണം. വേറെ ഒന്നും കിട്ടിയില്ലൂടെ ഇതിനൊന്നും. എന്താണ് ഇവിടെ നടക്കുന്നത്? കേരളം ഇത് എങ്ങോട്ടാണ്? കൂടോത്രത്തിൻ്റെ പിറകെയോ? ഇടയ്ക്ക് കൂടോത്രമൊക്കെ ഇങ്ങനെ നമ്മളെ മന്ത്രിസഭാ തലത്തിലൊക്കെ കുറച്ച് ചർച്ചകളൊക്കെ ആയി. പല മന്ത്രിമാരുടെയും വീട്ടിലും എം പിമാരുടെ വീട്ടിലും ഒക്കെ കൊണ്ടുപോയി മുട്ട ഒഴിച്ച് ചെമ്പോല എടുക്കുന്നു. ഇതിന് വിദഗ്ധരായിട്ട് ആൾക്കാർ ഇപ്പോൾ കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ കുറിയിട്ട ആള്. ഇപ്പൊ അതൊക്കെ പോയി ജനങ്ങളിലേക്ക് ബാധിച്ചു. ഇത് ചുണ്ടേലിലാണ്, വൈത്തിരി ചുണ്ടേലിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് തിങ്കളാഴ്ച. എന്തായിരുന്നു ശരിക്കും കാരണം? എന്തായിരുന്നു? ഇവനൊരു കടയുണ്ട്, ഈ സുമിൽ ഷാദിൻ. ആ കടയിൽ നവാസ് കൂടോത്രം ചെയ്തത് കൊണ്ട് കട തകർന്നു എന്നുള്ളതാണ് ഈ സുമിൽ ഷാദിൻ്റെ വിശ്വാസം. പുള്ളി കുറേ ദിവസമായിട്ട് അജിൻ ഷാദും സുമിൽ ഷാദും കൂടെ ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയോ നവാസിനെ അങ്ങ് തീർത്തേക്കാൻ. എന്തായാലും സംഗതി കൂടോത്രം വർക്കൗട്ടായി. ഒരുത്തൻ മരിച്ചും പോയി, ഒരുത്തൻ ജീവിതാവസാനം വരെ ജയിലിലും ആവും. ഇത് അവസാന നിമിഷമാണ് ഇതിപ്പോൾ കൂടോത്രം എന്നുള്ള നിഗമനത്തിലെത്തിയത്. അല്ല, ഇത് സീരിയസ് ആയിട്ട് കുറേ ആളുകൾ വിശ്വസിക്കുന്നേ. പിന്നെ ഞാൻ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ ഒരു വാർത്തയുണ്ട്. ഈ താമരശ്ശേരി, എൻ്റെ കുറച്ച് നഗരമില്ല, വലിയ ദൂരമില്ല, താമരശ്ശേരിയിൽ ഒരു PK പ്രകാശൻ എന്ന് പറയുന്ന ആഭിചാരക്കാരൻ, അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ആഭിചാരവുമായിട്ട് വി ഷമീർ എന്ന് പറയുന്ന ഒരുത്തിനെ കാണാൻ പോയി. അപ്പോൾ അവനാണെങ്കിൽ വിദേശത്തേക്ക് പോകുവാൻ നിൽക്കുകയാണ്, ഷമീർ. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടും കുറേ കാലമായി ഇത് നടക്കുന്നില്ല. വിദേശത്തോട്ട് പോകാനുള്ള അവസരം അദ്ദേഹത്തിന് ഒത്തുവരുന്നില്ല. മാത്രമല്ല പല പല പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുവാനായിട്ട് പിന്നെ PK പ്രകാശൻ പറഞ്ഞു, കളം വരച്ച് ആഭിചാരം നടത്തണം, കോഴിയെ കൊല്ലണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഷമീർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, കോഴിയെ മേടിച്ച് കളത്തിൽ കൊണ്ടുവന്ന് കഴുത്തറത്ത് കൊല്ലുകയും ചെയ്തു, ഗ്ലാസ്സിൽ ചോരയെടുത്ത് ഒഴിക്കുകയും ചെയ്തു, സർവത്ര പരിപാടികളും നടത്തി. ഇത് 2 തവണ ഈ പൂജ ഷമീറും PK പ്രകാശനും കൂടെ നടത്തിയിട്ടും ഇതിനൊരു ഇത് കാണുന്നില്ല, പരിഹാരം കിട്ടുന്നില്ല. പുള്ളിക്ക് ഗൾഫിലോട്ട് പോകാൻ പറ്റുന്നില്ല, കുടുംബ പ്രശ്നമോട്ട് തീരുന്നതുമില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PK പ്രകാശൻ എന്ന് പറയുന്ന ആഭിചാരക്കാരൻ അങ്ങേയറ്റത്തെ സൈക്കോയാണ്. അവൻ ചെയ്ത പരിപാടി കേൾക്കണം. അവൻ ഈ ഷമീറിനോട് പറഞ്ഞു കൊടുത്തു, നീ നിന്റെ ഭാര്യയെ അർദ്ധരാത്രിയിൽ ഇവരെ തൊട്ടടുത്തുള്ള വിജനമായ പ്രദേശത്തെ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവരണം. അർദ്ധരാത്രിയിൽ അവിടെ വെച്ച് നഗ്നപൂജ ചെയ്യണം. ആരാ ചെയ്യാൻ പോണ? ഈ സൈക്കോ. ഈ സൈക്കോ കാര്യമായിട്ട് കേട്ടാ താമരശ്ശേരി നടന്ന സംഭവം ഇത്. നഗ്നപൂജ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പൊട്ടനെ അതും വിശ്വസിച്ചു. എന്നിട്ട് ഇവനെന്തെന്ന് വെച്ചാൽ ഇവൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ അഭിവൃദ്ധിക്ക് നേടണം എന്നുണ്ടെങ്കിൽ നീ ഈ പറയുന്ന PK പ്രകാശന്റെ മുന്നിൽ നഗ്നയായി ഹോമകുണ്ടത്തിൽ ഇരിക്കണം, പൂജ ചെയ്യണം. 1 മണിക്കൂറോളം വരുന്ന പൂജയാണ്. അപ്പോൾ ഈ പൂജ കഴിഞ്ഞാൽ അഭിവൃദ്ധി വരൂ, അത് ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഘട്ടമാണ് എന്ന്, ആഭിചാരത്തിൻ്റെ അങ്ങേയറ്റത്തെ ഘട്ടമാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഈ സ്ത്രീ എതിർത്തു. അത് ഇത്തിരി മാന്യതയുള്ളൊരു സ്ത്രീയാണ്. ചേട്ടാ, അന്യപുരുഷൻ്റെ മുമ്പിൽ പോയി നഗ്നയായി ഹോമകുണ്ടത്തിൻ്റെ മുന്നിലിരിക്കാൻ പറഞ്ഞാൽ ചൂലെടുത്തടിക്കത്തില്ലേ സ്ത്രീകൾ? തീർച്ചയായും. സ്വന്തം ഭർത്താവിൻ്റെ മുന്നിലിരിക്കാൻ പറഞ്ഞ അടിയേരും. പിന്നാണ് അന്യപുരുഷൻ്റെ മുന്നിൽ ഹോമകുണ്ടത്തിൻ്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞു പോയിരിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ സ്ത്രീ സഹിക്കാൻ വയ്യാതെ അവിടെ താമരശ്ശേരി പോലീസിന് പരാതിയും കൊടുത്തു. അവിടെ പോലീസിന് കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ ഭർത്താവിൻ്റെ പേരും രണ്ടിൻ്റെയും പേരും കൂടി കൊടുത്തു. ആദ്യം PK പ്രകാശന്റെ പേരാണ് ഈ സ്ത്രീ കൊണ്ടുപോയി പരാതിയായി കൊടുത്തത്.
ഇപ്പോൾ പി കെ പ്രകാശൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പി കെ പ്രകാശൻ എന്തായാലും നേരിട്ട് വന്ന് ഈ സ്ത്രീയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് നന്നായി മനസ്സിലാവും. പോലീസ് വെറുതെ ഇല്ലല്ലോ കാക്കിയിട്ട് കുത്തിയിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരി അതാ അങ്ങനെയാണല്ലേ എന്നാ പിന്നെ പോലീസ് നോക്കിയപ്പം ഈ സ്ത്രീയും പി കെ പ്രകാശനുമായിട്ട് പുലബന്ധം പോലുമില്ല, യാതൊരു ബന്ധവുമില്ല, ഫോൺ കോളില്ല, ഒന്നും. സ്ത്രീ മറ്റൊരു മതമാണ്, പി കെ പ്രകാശൻ വേറൊരു മതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഈ സ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള സംശയം വന്നപ്പോൾ പോലീസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. ഷമീറിനെയും പി കെ പ്രകാശിനെയും കോടതി റിമാൻഡ് ചെയ്തു. ഇപ്പോൾ കേസ് അഡീഷണൽ സെഷൻസിൽ കിടക്കുകയാണ്. ആ കേസ് ഇവിടെ നടന്നൊരു ക്രൈമാണ്, ഒരു ക്രൈം കേസാണ്. അപ്പോൾ അതിന് തൊട്ടു ദൂരെയല്ലാത്ത ഈ സുനിൽ ഷാദിനും അജിൻ ഷാദിനും മനസ്സിലായില്ലേ ഇതൊരു കൂടോത്രം. ഇത് പറഞ്ഞപ്പോഴാണ് ഈ നരബലി കേസിലെ പ്രതി ഷാജി, അയാൾ ഇതുപോലെയായിരുന്നു. കൊണ്ടുവരാൻ പറഞ്ഞു, 2 സ്ത്രീകളെ ലോട്ടറി, ഇലന്തൂര്, അതും ഇത് തന്നെയാണല്ലോ. അയാളുടെ സൈക്കോ ആയിരുന്നു ഈ ഷാജി. ഈ വാർത്തകളെല്ലാം കേരളത്തിലാണ് നടക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടും അല്ലേ ഇവരൊക്കെ നമ്മുടെ കടയിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നമുക്ക് കച്ചവടം കുറയുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അതിന്റെ കാരണം കണ്ടെത്തുക, അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടുന്നത്. തീർച്ചയായും. അല്ലാതെ വേറൊരുത്തം വന്ന് കൂടുപാത്രം ചെയ്തുകൊണ്ടാണ് ഞാനിതാ തകർന്നു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ ഈ കണ്ണേർ വരാതിരിക്കാനായിട്ട് കടയുടെ മുന്നില് കള്ളിച്ചെടി, പിന്നെ കുമ്പളം ഒക്കെ കെട്ടി തൂക്കിയിടാറുണ്ട്. അതുപോലെ നമ്മളത് വലിയ അശാസ്ത്രീയമാണ് പല കാര്യങ്ങളും. എന്നാൽ അത്രയൊക്കെ ചെയ്ത് ചില മലയാളികളുണ്ട്. ഇപ്പോൾ ഇത് ഈ കൂടോത്ര ഏത് രീതിയിലായിരിക്കും ഇദ്ദേഹത്തിന്റെ കടയെ ബാധിച്ചതെന്നാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്? ഇവര് സാമ്പത്തികമായി തകർന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വൈത്തിരി പോലീസാണ് ഇത് കേസ് എടുത്തിരിക്കുന്നത്. സാമ്പത്തികമായി തകർന്നത് കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ. ഇവർക്ക് എങ്ങനെ കിട്ടി ഇയാളാണ് അത് ചെയ്തതെന്നുള്ള? ദീർഘകാലമായിട്ട് ശത്രുതയുണ്ട്. ദീർഘകാലത്തെ ശത്രുതയുണ്ട്. അപ്പൊ അത് ഇവരെ നിഗമനത്തിൽ എത്തുകയായിരുന്നു. അതുപോലെ അവിഹിത കേസൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അവിഹിത കേസിന്റെ കഥയൊക്കെ കയറി വരുന്നുണ്ട്. ഇത് ആദ്യം പോലീസ് വിചാരിച്ചത് ഇതാണെന്നാ, പിന്നെ സാധാരണ അപകട മരണമാണെന്നാ. ഈ ഇടിക്കുന്നത് സമയത്ത്, അതായത് ഈ വണ്ടിക്ക് സുനിൽ ഷാദിനോട് അജിൻ ഷാദാണ് നവാസ് ഇറങ്ങി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. തുടർന്ന് ജീപ്പിന്റെ താറ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയുള്ള വണ്ടിയാണ്, നല്ല സ്ട്രോങ് ആ വണ്ടി. ആ വണ്ടി കൊണ്ട് ചെന്ന് ഒരു ഓട്ടോയിൽ ഇടിച്ച് കയറ്റുമായിരുന്നു. കാത്തു നിന്ന് വെയിറ്റ് ചെയ്തല്ലേ? വെയിറ്റ് ചെയ്ത് വണ്ടി വന്ന സമയത്ത് നമ്മുടെ കണിച്ചിക്കുളങ്ങര കൊലപാതകമില്ലേ, എവറസ്റ്റ് ചിട്ടി കമ്പനിയുടെ, താറിനൊന്നും ഓട്ടോയിൽ ഇടിക്കാൻ അധികം സ്പീഡൊന്നും വേണ്ട. താറൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ബോഡി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ്. മാത്രമല്ല ഈ സുനിൽ ഷാദിന് പരിക്കുമുണ്ട്. അകത്തിരുന്ന സുനിൽ ഷാദിന് പരിക്ക് പറ്റും. താറാണ് ഇടിച്ചത്, എന്നിട്ടും പരിക്കേറ്റി. അപ്പോൾ എത്രമാത്രം സ്പീഡ് ഉണ്ടായിരിക്കും? കൊല്ലണം. സ്പോട്ട് ഡെത്താണ് അവർ ഉദ്ദേശിച്ചത്. സ്പോട്ട് ഡെത്താണ്. അത് പ്ലാൻ ചെയ്ത് അവർ നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, ഈ നവാസിന്റെ ബന്ധു കൊണ്ടുപോയി പോലീസിൽ ഇത് സംബന്ധിച്ച സംശയം തനിക്കുണ്ട് എന്ന പരാതി കൊടുക്കുകയും ആ പരാതി അന്വേഷിച്ച പോലീസ് ഇത് കൊലപാതകമാണെന്ന് തെളിയിച്ചു, ബോധ്യപ്പെടുകയും ചെയ്തു. ബോധ്യപ്പെട്ടു. CCTV ദൃശ്യങ്ങളൊക്കെ ഈ വാഹനങ്ങളുടെ എടുത്തിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് 2 ഗുണ്ടകളുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ റൂറൽ ഏരിയയാണ്. നമ്മുടെ റൂറൽ ഏരിയ ഭാഗത്ത് 2 ഗുണ്ടകളുണ്ടായിരുന്നു. 2 ഗുണ്ടകളും തമ്മിൽ ഈഗോ ക്ലാഷായി. ഒരു ശ്യാമും രഞ്ജിത്തും. ഈ രഞ്ജിത്ത് അതിനു മുമ്പ് ഒരു കൊലപാതകത്തിൽ കയറിപ്പെട്ടു. 2 ഗുണ്ടകളും നല്ല ഒരുമിച്ച് ഒരേ ബിൽഡപ്പിൽ വന്നുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഈഗോ ക്ലാഷായി. മറ്റവനെ കാണുമ്പം ഗുണ്ടകളൊക്കെ, നാട്ടുകാരൊക്കെ പറഞ്ഞല്ലോ കൊലപാതക കേസിൽ പ്രതി പോകുന്നു. ഇവന് എന്തായി? ഈഗോ ആയി. ചേട്ടാ എന്നെക്കായി മുകളിൽ ഇവൻ പെട്ടോ എന്ന ബോധ്യം വന്നപ്പോൾ മറ്റോ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു ടിപ്പർ വെച്ച് ഇവനെ ഇടിച്ചങ്ങ് കൊന്നു, സ്വന്തം കൂട്ടുകാരനെ. പ്രമാദമായ കേസാണ്. ഞാൻ റിപ്പോർട്ട് ചെയ്ത കേസാണ്. പേരൊന്നുകൂടെ വെരിഫൈ ചെയ്യണം കേട്ടോ. ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. തീർച്ചയായും ഇത്തരം കൊലപാതകങ്ങൾ കൂടോത്രത്തിന്റെ പേരിലായിരുന്നാലും എന്തിന്റെ പേരിലായിരുന്നാലും ഒരു
എന്തു പറയുന്നത്, ഒരു സമൂഹത്തിന് ചേർന്ന കാര്യങ്ങളല്ല അത്. ഈ ആഭിചാരം കൂടോത്രം എന്നൊക്കെ പറയുന്നതിൽ കുറേ പേര് വിശ്വസിക്കുന്നുണ്ട്. ഈ ആഭിചാരത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, ഈ ആഭിചാരം ചെയ്യുന്നവനും അത് തിരിച്ചു വലിക്കും, തിരിച്ചടിക്കും. എനർജിയാണല്ലോ ഇതെല്ലാം. അതെ അതെ, തുല്യമായതോ അതിനിരട്ടിയായതോ ആയ പ്രതിഫലം ഈ ചെയ്ത ആൾക്ക് കിട്ടും. ആഭിചാരത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പിന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ പഠിച്ച് പല പല വിഷയത്തിലേക്ക് പോയ ഒരു സാറിനെ എൻ്റെ അധ്യാപകനായിരുന്നു. അപ്പം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞ കഥയാണ്, അഭിചാരം ചെയ്യുന്നവന് അതിന് തുല്യമായതോ അതിനിരട്ടിയായതോ ഫലം തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ ഇത് ഒരു തലവേദന ഉള്ള കേസാണ്, തലവേദനയുള്ള ബുദ്ധിമുട്ടിക്കുന്ന കേസാണ്. ദേഷ്യം വന്നെങ്കിൽ പോയി എന്താ ചെയ്യുക, ഒന്നുകിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുക, എന്നിട്ട് ആ കേസ് വിടാതിരിക്കുക, അവനെ ജീവിതകാലം മൊത്തം അതിനകത്ത് കയറ്റി ഇറക്കണം. അല്ലെങ്കിൽ പിന്നെ 2 എണ്ണം പിടിച്ച് കൊടുക്കണം. അതൊരു അക്രമ സംഭവമാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. എന്നാലും ഇങ്ങനെ ഒരു കൊലപാതക കേസിൽ കൊണ്ടല്ലോ, കൊലപാതക കേസിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അതെ, ജീവിതകാലം മൊത്തം ജീവിതം തീർന്നില്ലേ? അതെ, ജീവിതം ജയിലിനകത്ത് പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതായിരുന്നു പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ. അതെ, നമ്മൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു കുറ്റകൃത്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കുറ്റകൃത്യത്തിൽ നമ്മൾ പിടിക്കപ്പെടുമോ എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ടത്, കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പാണ് രണ്ടാമത് ചെയ്യേണ്ടത് പിടിക്കപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാം. മൂന്നാമത് ചെയ്യേണ്ട സാധനം, രക്ഷപ്പെടാനായില്ലെങ്കിൽ ഭാവി എന്തായിരിക്കും. ഈ 3 സാധനവും ആലോചിച്ചിട്ട് മാത്രമേ ഈ പറയുന്ന ക്രൈം ചെയ്യാൻ പാടുള്ളൂ, ക്രൈം ചെയ്യാൻ ഇറങ്ങാവൂ. അല്ലാതെ ഒരു ക്രൈം ചെയ്യാൻ ഇറങ്ങുന്ന പൊട്ടന്മാരാണ് ഇങ്ങനെയൊക്കെയുള്ള വള്ളി കെട്ടി ചെന്ന് കയറി. ദൃശ്യം സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൃശ്യ സിനിമയൊന്നും അതിലൊന്നും ഒരു ഇതൊന്നുമില്ലല്ലോ, അതിലൊന്നും ഒരു വലിയ കാര്യമൊന്നും. പല കേസുകളിലും പറയും ദൃശ്യം മോഡൽ കൊലപാതകം. അതാരെ കുഴിച്ചിട്ടാലും ഇപ്പം ആലപ്പുഴയിൽ ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ്, ആരെയൊക്കെ പിടിച്ച് കുഴിച്ചിടുക, എന്നിട്ട് ദൃശ്യം മോഡലാക്കുക. അപ്പോഴത്തേക്ക് ചാനലുകാരിലൂടെ വന്നു ദൃശ്യം മോഡൽ കൊലപാതകം. ആലപ്പുഴയിൽ ഇപ്പോൾ 2-3 ദിവസമായി ആലപ്പുഴയിൽ ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് വരിക, തല്ലിക്കൊല്ലുക, കുഴിച്ചു മൂടുക മേളി. ഇപ്പോൾ ഒരെണ്ണം ലാസ്റ്റ് വന്നത് പിന്നെ കോൺക്രീറ്റ് ഇട്ടുകളോ, ഞാൻ മത്സ്യത്തൊഴിലാളി, അവൻ പോയി ആ സ്ത്രീയെ പരിചയപ്പെട്ട് അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അവർ വീട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഫോണിൽ സംസാരിച്ചെന്നും പറഞ്ഞ് ഇവന് സംശയമായി. അവൻ കോട്ടുകൂടി എടുത്ത് തലയ്ക്ക് ഒരു അറ്റയില്ല, നേരെ കോൺക്രീറ്റ് ഇട്ട് മൂടി അനങ്ങാതിരിക്കുകയും ചെയ്തു. ഇതെല്ലാം ദൃശ്യ മോഡൽ എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കൂടോത്രവും പിന്നെ ആഭിചാരവും ഒക്കെ ചെയ്യുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ ഉണ്ട്. എനിക്കൊന്ന് തൃശ്ശൂരിൽ ഇതിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പണ്ട് ഈ പറയുന്ന കാണാത്ത കേരളം എന്ന് പറഞ്ഞ പരിപാടിയുടെ ഭാഗമായിരുന്ന സമയത്ത് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്യാമറ ചലിപ്പിച്ച ക്യാമറാമാനോട് മന്ത്രവാദി പറഞ്ഞു, നീ ഒരു കാലത്തിൻ്റെ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടോ? അയാൾ സുഖമായിട്ടിരിക്കുന്നു, അയാൾ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കത്തില്ല. ക്യാമറമാനോട് പറഞ്ഞു, നീ ഒരു കാലത്തിൻ്റെ രക്ഷപ്പെടില്ല. ഇത്തരം മന്ത്രവാദികളുടെ ശ്യാമിന് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ആരാ? ഞാനിതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കും. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. കർമ്മം എന്ന് പറയുന്നത് മാത്രം വിശ്വസിക്കുക, കർമ്മത്തിൽ വിശ്വസിക്കുക. ബാക്കിയൊക്കെ പിന്നെ ചിലപ്പോൾ കർമ്മം നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ചിലപ്പോൾ എതിരായും വരും, അനുകൂലിച്ചും വരും. അത് കർമ്മത്തിൻ്റെ രീതിയാണ്. കർമ്മത്തിന് അങ്ങനെ ഒരു വേർഷൻ ഉണ്ട്, കർമ്മത്തിൻ്റെ തോതനുസരിച്ച്. കർമ്മത്തിൻ്റെ തോതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യമായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത്. ഈ ശരി എന്ന് പറയുന്ന ഒരു സാധനമില്ല രാജേഷേട്ടാ. എൻ്റെ ശരി രാജേഷേട്ടൻ്റെ തെറ്റാണ്, രാജേഷേട്ടൻ്റെ ശരി എൻ്റെ തെറ്റാണ്. അപ്പോൾ ശരി എന്ന് പറയുന്ന സാധനം ശരിക്കും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ട് കർമ്മ എന്ന് പറയുമ്പോൾ, കർമ്മ നമ്മൾ നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റൊരാളത്തിന് അത് എതിരായി ഫലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോത് വെച്ചുള്ള ഫലം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ വരും എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. അപ്പം ശരി.